ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് UN സ്ഥാപനങ്ങൾ, അവയുടെ ആസ്ഥാനങ്ങൾ, അത് നിലവിൽ വന്ന വർഷവും ആണ്. UN സ്ഥാപനങ്ങൾ, ആസ്ഥാനങ്ങൾ. ആദ്യം തന്നെ UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, നിലവിൽ വന്നത് ന്യൂയോർക്കിലാണ്. UNOയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. UNO നിലവിൽ വന്നത് 1945 ഒക്ടോബർ മാസം 24 ആണ്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസം 24 നമ്മൾ എല്ലാ വർഷവും UN ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അടുത്തതായിട്ട് സർവ്വരാജ്യ സഖ്യം. സർവ്വരാജ്യ സഖ്യത്തെ ലീഗ് ഓഫ് നേഷൻസ് എന്നും വിളിക്കാറുണ്ട്. ലീഗ് ഓഫ് നേഷൻസിൻ്റെ ആസ്ഥാനം ജനീവയാണ്. 1920 ജനുവരി മാസം 10 സർവ്വരാജ്യ സഖ്യം നിലവിൽ വന്നത്. അടുത്തതായിട്ട് ലോകബാങ്ക്. ലോകബാങ്കിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ DC. 1945 ലോകബാങ്ക് നിലവിൽ വന്നത്. 1945 ലോകബാങ്ക് വാഷിങ്ടൺ DCയിൽ നിലവിൽ വന്നത്. അടുത്തതായിട്ട് അന്താരാഷ്ട്ര നാണയ നിധി അല്ലെങ്കിൽ IMF. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് വിളിക്കുന്നു. IMFൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ DC തന്നെയാണ്. 1945 തന്നെയാണ് അന്താരാഷ്ട്ര നാണയനിധി നിലവിൽ വന്നത്. അടുത്തതായിട്ട് യുനെസ്കോ. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്. 1945 യുനെസ്കോ നിലവിൽ വന്നത്. യുനെസ്കോ പാരീസ് 1945. അടുത്തതായിട്ട് യുണിസെഫ്. അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. 1946 യുണിസെഫ് നിലവിൽ വന്നത്. അടുത്തതായിട്ട് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. അതിൻ്റെ ആസ്ഥാനം വരുന്നത് കെനിയയുടെ തലസ്ഥാനമായിട്ടുള്ള നെയ്റോബി എന്ന സ്ഥലത്താണ്. കെനിയയുടെ തലസ്ഥാനമായിട്ടുള്ള നെയ്റോബിയിലാണ് 1972 UNEP, ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി എന്ന സംഘടന നിലവിൽ വന്നത്. ലോക വ്യാപാര സംഘടന WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനവും ജനീവയിലാണ്. 1995 മുതലാണ് ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്. ലോക ആരോഗ്യ സംഘടന, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനവും ജനീവ തന്നെയാണ്. ലോക വ്യാപാര സംഘടന, ലോക ആരോഗ്യ സംഘടന എന്നിവയുടെ ആസ്ഥാനം ജനീവയാണ്. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനവും ജനീവ. ലോക കാലാവസ്ഥാ സംഘടന, അതിൻ്റെ ആസ്ഥാനവും ജനീവ തന്നെയാണ്. ലോക വ്യാപാര സംഘടന, ലോക ആരോഗ്യ സംഘടന WHO, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നിവയെല്ലാം വന്നതും ലോക കാലാവസ്ഥാ സംഘടനയുടെയും ആസ്ഥാനം ജനീവയാണ് വരുന്നത്. ഭക്ഷ്യ കാർഷിക സംഘടന FAO എന്ന സംഘടനയുടെ ആസ്ഥാനം റോം ആണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്ന. IAEA എന്നിവ സംഘടനയുടെ ആസ്ഥാനം വിയന്ന. ഐക്യരാഷ്ട്ര വികസന പരിപാടി UNDPയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്ര വികസന പരിപാടി UNDPയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. കോമൺവെൽത്ത് സംഘടന, അതിൻ്റെ ആസ്ഥാനം ലണ്ടനിലാണ്. കോമൺവെൽത്ത് സംഘടന ലണ്ടനിലാണ്. വർഷം 1931. ചേരിചേരാ പ്രസ്ഥാനം അല്ലെങ്കിൽ NAM എന്നറിയപ്പെടുന്ന ആ ഒരു സംഘടനയ്ക്ക് പ്രത്യേകിച്ചൊരു ആസ്ഥാനം ഇല്ല. അത് നിലവിൽ വന്നത് 1961 മുതലാണ്. ചേരിചേരാ പ്രസ്ഥാനം NAM ആസ്ഥാനം പ്രത്യേകിച്ചില്ല. 1961 മുതൽ നിലവിൽ വന്നു. സാർക്കിൻ്റെ ആസ്ഥാനം കാത്മണ്ഡു ആണ്. നേപ്പാളിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കാത്മണ്ഡുവിലാണ് സാർക്ക് നിലവിൽ വന്നത്. വർഷം 1985. സാർക്ക് കാത്മണ്ഡു 1985. ആസിയാൻ എന്ന സംഘടന ജക്കാർത്തയിലാണ്. ഇന്തോനേഷ്യയിലെ തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്തയിലാണ് ആസിയാൻ എന്ന സംഘടന വർഷം 1967 മുതൽ നിലവിൽ വന്നത്. യൂറോപ്യൻ യൂണിയൻ എന്ന സംഘടനയുടെ ആസ്ഥാനം ബെൽജിയത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസ് ആണ്. വർഷം 1993 മുതൽ യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്നു. ഒപെക് എണ്ണ സംഘടന ആയിട്ടുള്ള ഒപെക് എന്ന സംഘടനയുടെ ആസ്ഥാനം വിയന്ന ആണ്. 1960 മുതലാണ് ഒപെക് എന്ന സംഘടന നിലവിൽ വന്നത്. OPEC, ഒപെക്. അടുത്തതായിട്ട്
റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ജനീവയാണ്. 1863 മുതൽ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ ആയപ്പോഴേക്കും അത് 1961 ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടനിൽ നിലവിൽ വന്നത്. റെഡ് ക്രോസ് സൊസൈറ്റി ജനീവ 1863, ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടനിൽ 1961 നിലവിൽ വന്നു. ലോക പോലീസ് സംഘടനയായിട്ടുള്ള ഇന്റർപോൾ എന്ന സംഘടന 1923 നിലവിൽ വന്നത്. ലോക പോലീസ് സംഘടന ഇന്റർപോൾ, അതിൻ്റെ ആസ്ഥാനം പറയുമ്പോൾ പാരീസിൽ ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, അതിൻ്റെ ആസ്ഥാനം മനില ആണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADBയുടെ ആസ്ഥാനം മനില. 1966 നിലവിൽ വന്നത്. ഇന്റർപോളിന്റെ ആസ്ഥാനം 1923 ലിയോൺസ് എന്ന സ്ഥലത്താണ് ഇന്റർപോൾ വന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് മനില 1966 നിലവിൽ വന്നു. IUCN എന്ന സംഘടനയുടെ ആസ്ഥാനം ഇന്റർനാഷണൽ IUCN 1948 സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗ്ലാൻസിൽ നിലവിൽ വന്നു. IUCN ഗ്ലാൻസിലാണ് 1948 നിലവിൽ വന്നത്. WWF വേൾഡ് വൈഡ് ഫണ്ട് 1961 സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗ്ലാൻസിൽ തന്നെ നിലവിൽ വന്നു. IUCNും WWFും ഗ്ലാൻസ്, സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗ്ലാൻഡിലാണ് നിലവിൽ വന്നത്. ഗ്രീൻ പീസ് സംഘടനയായപ്പോഴേക്കും പരിസ്ഥിതി സംഘടനയായിട്ടുള്ള ഗ്രീൻ പീസ് സംഘടന ആംസ്റ്റർഡാമിലാണ് നിലവിൽ വന്നത്. വർഷം 1971. ഗ്രീൻ പീസ് 1971 ആംസ്റ്റർഡാം. ബ്രിക്സ് സംഘടന 2009 ചൈനയുടെ ഒരു സ്ഥലമായിട്ടുള്ള ഷാങ്ഹായ് എന്ന സ്ഥലത്താണ് വന്നത്. ചൈനയിലുള്ള ഷാങ്ഹായ് എന്ന സ്ഥലത്താണ് ബ്രിക്സ് സംഘടന രൂപീകരിച്ചത്. വർഷം 2009. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പ്രധാനപ്പെട്ട ഏകദേശം ഒരുവിധം സംഘടനകളെയാണ് നമ്മൾ ഇതിലൂടെ നോക്കിയത്. നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്നുകൂടെ വായിച്ചാലോ? UNO ന്യൂയോർക്കിലാണ് വന്നത്. 45 ഒക്ടോബർ 24. സർവ്വരാജ്യ സഖ്യം ലീഗ് ഓഫ് നേഷൻസ് എന്നറിയപ്പെടുന്നു. ജനീവയിലാണ് 1920 ജനുവരി 10. ലോകബാങ്ക് വാഷിംഗ്ടൺ DC, വർഷം 1945. അടുത്ത അന്താരാഷ്ട്ര നാണയനിധി IMFന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC, വർഷം 1945. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് 1945 വന്നു. യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക് 1946 വന്നു. ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടിയായിട്ടുള്ള UNEP കെനിയയുടെ തലസ്ഥാനമായിട്ടുള്ള നെയ്റോബിയിൽ 1972 നിലവിൽ വന്നു. ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ജനീവയിലാണ് 1995 മുതൽ നിലവിൽ വന്നു. ലോക ആരോഗ്യ സംഘടന WHO ജനീവ. അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ജനീവ. ലോക കാലാവസ്ഥാ സംഘടനയും ജനീവ തന്നെയാണ്. FAO ഭക്ഷ്യ കാർഷിക സംഘടന റോമിലാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA വിയന്ന. അന്താരാഷ്ട്ര അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര വികസന പരിപാടി UNDP ന്യൂയോർക്കിലാണ്. കോമൺവെൽത്ത് സംഘടനയുടെ ആസ്ഥാനം ലണ്ടനാണ്. 1931 കോമൺവെൽത്ത് സംഘടന വന്നത്. ചേരിചേരാ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചൊരു ആസ്ഥാനം ഇല്ല. അത് നിലവിൽ വന്നത് 1961 മുതലാണ്. സാർക്കിന്റെ ആസ്ഥാനം നേപ്പാളിലെ തലസ്ഥാനമായിട്ടുള്ള കാഠ്മണ്ഡു, വർഷം 1985. ആസിയാൻ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്ത 1967 മുതൽ നിലവിൽ വന്നു. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയത്തിലെ തലസ്ഥാനമായിട്ടുള്ള ബ്രസൽസ് ആണ്. വർഷം 1993. ഒപ്പെക്കിന്റെ ആസ്ഥാനം വിയന്ന ആണ്. 1960 മുതൽ നിലവിൽ വന്നു. റെഡ് ക്രോസ് സൊസൈറ്റി ജനീവ 1863. ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടൻ 1961. ലോക പോലീസ് സംഘടനയായിട്ടുള്ള ഇന്റർപോൾ ലിയോൺസിലാണ് 1923 നിലവിൽ വന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADBയുടെ ആസ്ഥാനം മനില 1966 മുതൽ വന്നു. IUCN 1948 സ്വിറ്റ്സർലൻഡിലെ തലസ്ഥാനമായിട്ടുള്ള ഗ്ലാൻസിലും WWFും സ്വിറ്റ്സർലൻഡിലെ തലസ്ഥാനമായിട്ടുള്ള ഗ്ലാൻസിൽ വർഷം 1961 നിലവിൽ വന്നു. ഗ്രീൻ പീസ് സംഘടന ആംസ്റ്റർഡാമാണ് ആസ്ഥാനം. 1971 മുതൽ നിലവിൽ വന്നു. ബ്രിക്സ് സംഘടന 2009 മുതൽ ചൈനയിലെ ഷാങ്ഹായ് എന്ന സ്ഥലത്താണ് നിലവിൽ വന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളെയും നമ്മൾ ഈ വീഡിയോയിലൂടെ കവർ ചെയ്തിരിക്കുന്നു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.